വീഡിയോ ഇവിടെ കേട്ട ഇവിടെ നമ്മൾ തേനിന്റെ പ്രോസസ്സ് ഒക്കെ ആദ്യം പരിചയപ്പെടുത്താണ്. ശേഷം മ്യൂസിയം അകത്താണ് തേനീച്ചിന്റെ ജീവിത ശൈലികളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിനുശേഷം നമുക്കൊരു 8ഓളം വെറൈറ്റീസ് തേനുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഓൾ ഇന്ത്യ ബേസ് ചെയ്തിട്ട് റോ ഹണിയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. റോ ഹണി എന്ന ഹണിനകത്ത് വേസ്റ്റുകളുണ്ട്, വാക്സ് ഉണ്ട്, വെള്ളം ഇതടങ്ങിയതാണ് ഈ റോ എന്നുള്ള പ്യൂർ തേനായിട്ട് നമ്മൾ മാനുവലായി ഇതൊക്കെ കോരിക്കുന്നത്. പിന്നെ അടുത്ത ചേമ്പറിലൂടെ തേൻ മാറ്റുമ്പോൾ നടുവിൽ ഒരു മൈക്രോ ഫിൽറ്റർ വരുന്നത്. ആ ഒരു ഫിൽറ്ററിലൂടെ കടത്തി വിട്ടോടെ സെക്കൻഡ് ചേമ്പറിലൂടെ ഹണി എത്താൻ. തേൻ ചൂടാകാൻ പാടില്ല. 60-70 ഡിഗ്രി തേൻ ചൂടായ തേനിലെ എല്ലാ എൻസൈംസ് നഷ്ടപ്പെട്ട് തേനിലെ എല്ലാ ഔഷധങ്ങളും നഷ്ടപ്പെട്ടു. നമ്മൾ മാക്സിമം 40-42 ഡിഗ്രി ചൂടാക്കുന്നത് ഡബിൾ ബോയിലിംഗ് ആണ്. തേനീച്ചകൾ തന്നെ ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ പണിച്ചുള്ളൂ ചെയ്യാൻ പരിചയപ്പെടുന്നു. അതുപോലെ ഓരോ തേനിന്റെ ബെനിഫിറ്റ് വരെ മാറിപ്പോകുന്നു. ടേസ്റ്റ്, ബെനിഫിറ്റ്, കളറൊക്കെ മാറി. അതൊക്കെ ഞാൻ പറഞ്ഞത് ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും. ഒത്തിരി തേനുകൾ ടേസ്റ്റ് ആണ്. പിന്നെ കുടിക്കാതെ സ്വഭാവക്കാരെ തിരിച്ചുള്ള 5 ടൈപ്പാണ്. ഒന്നാമത് എപ്പിസെറാന ഇൻഡിക്ക എന്നറിയും. പാറപ്പൊത്തില് മരത്തിരി കൊമ്പിലേക്ക് ഇതുപോലെ ലെയർ ആയിട്ട് കൂട് കിട്ടുന്ന തേനീച്ച. നാടൻ ഭാഷയിൽ നമ്മൾ ഞൊടിയിലീച്ച, കരിഞ്ഞൊടി എന്നൊക്കെ വിളിക്കുന്ന ബീസ്. രണ്ടാമത് എപ്പിസ് മെല്ലിഫ്ര, ഫാമിംഗ് ബീസ. അപ്പൊ നമ്മൾ പറഞ്ഞ് ഓൾ ഓവർ ഇന്ത്യ കളക്ഷൻ ആണെന്ന്. മോണോഫ്ലോർ എന്ന് നിറയെ പെന്നിസ് തന്നെ ചെറുതേനീച്ച. തേനിലെ രാജാവാണ് ചെറുതേൻ. എല്ലാരും പറയും ചെറുതേനാണ് ബെറ്റർ എന്ന്. എന്തുകൊണ്ടാ? ചെറുതേനീച്ചകൾ തേൻ കളക്ട് ചെയ്യുന്നത് തുമ്പ, തുളസി പോലത്തെ ഔഷധ സസ്യങ്ങളും ചെറിയ പൂക്കളിലെ അതിന്റെ നെക്ടാണ് അവർ കളക്ട് ചെയ്യാം. അത് തേനീച്ചക്കൂട്ടിലും 3 തരം തേനീച്ചകളാണ്. റാണിയുണ്ട്, പെൺതേനീച്ചകളുണ്ട്, ആൺതേനീച്ചകളുണ്ട്. ഇവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ ഈ 2 ബേസിൽ അപേക്ഷിച്ച് റാണിക്ക് നല്ല വലുപ്പമാണ്. നല്ല ആൺതേനീച്ചകളെ പരിചയപ്പെടുന്ന ഒരു പേരുണ്ട്, ലൈസികൾ എന്ന് വിളിക്കാറുണ്ട്. മടിയന്മാരാണ് വിളിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് നമ്മൾ തേനി എല്ലാ ആൺതേനീച്ച അവരുടെ ഓർഗൻസിൽ പൊടി അവർ മരിച്ചു പോവുക ചെയ്യാം. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാവും. ആഫ്റ്റർ ഇതുപോലെ തൂങ്ങിയിട്ട് ഓർഗൻസ് ഇവിടെ ഒരു വീഴും. അതോടുകൂടി ആൺതേനീച്ച മരിച്ചു പോകും. ആൺതേനീച്ചക്ക് അറിയാം താൻ മീറ്റ് ചെയ്ത് ഞാൻ മരിക്കുന്നു അറിഞ്ഞിട്ടാണ് ആൺതേനീച്ച. ത്യാഗികളാണ്, ലേസി വിളിക്കാൻ പാടില്ല. ഈ സമയത്താണ് ഹൈറ്റിലോട്ട് പറക്കുന്നത്. അവളെ ചേസ് ചെയ്ത് ഇവിടെ കോമ്പൗണ്ട് ഉണ്ട്. നെറ്റിയില് 3 സിമ്പിൾ ലൈസസ് ഉണ്ട്. ഈ സിമ്പിൾ ലൈസസിന്റെ മറ്റൊരു പേരാണ് ഒസല്ലി ഐസസ്. അവൾക്ക് ഇങ്ങനെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് കണ്ടന്റ് കാട്ടി ഗ്ലൂക്കോസ് കണ്ടന്റ് കൂടുതൽ കട്ട പിടിക്കുന്ന ബീ പോളൻ, പൂമ്പൊടി ഇല്ലേ, പൂമ്പൊടിയുടെ മാറ്റത്തിനനുസരിച്ച് തേൻ കട്ട പിടിക്കും. കട്ട പിടിച്ച തേൻ നമുക്ക് അങ്ങനെ കഴിക്കാം. നമ്മളത് മെൽറ്റ് ചെയ്യണമെങ്കിൽ ഒന്നിലേക്ക് വെയിലത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ചെറിയ ചുടുവെള്ളത്തിൽ ബോട്ടിൽ ഇറക്കിച്ചാൽ തേൻ മെൽറ്റ് ചെയ്യാൻ പറ്റും. ഇത് ചെറുതേനുകളാണ്. വർഷം ചെല്ലുന്തോറും കാണിക്കുന്ന വേരിയേഷനാണ്. തേൻ പഴുകും തോറും ഹണിയുടെ ഡാർക്ക് കൂടിക്കൂടി വരും. രുചി ഗുണത്തിലൊക്കെ വ്യത്യാസങ്ങൾ അത് സംഭവിക്കും. ഇപ്പൊ കാഞ്ഞിരം, കൊന്ന ഇതൊക്കെ പൂക്കുന്ന സീസണിൽ തേനീച്ചകൾ ആ നെക്ടറിന്റെ കൈപ്പുള്ള തേൻ കിട്ടുന്നു. പുളി, വാളംപുളി പൂക്കുന്ന സീസണിൽ പുളിപ്പുള്ള തേനെ കിട്ടുക. തേനീച്ചകൾ ഏത് നെക്ടർ കളക്ട് അതിനനുസരിച്ച് മാറും. തേനീച്ചക്കൂട് കണ്ടിട്ടില്ലേ? ആ കൂടാതെ നമ്മൾ കലത്തിൽ വെച്ച് ബോയിൽ ചെയ്തതിന് കലത്തിലെ ഷേപ്പിലെ നമുക്ക് കിട്ടി. നമ്മൾ കോസ്മെറ്റിക്സ്, ലിപ് ബാം, കാജൽ അങ്ങനത്തെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആശീർവാദത്തിൽ കാണാം. ഫിഷ് ആണ്, ഓസ്ട്രേലിയൻ ആണ്. 1971 ഇദ്ദേഹത്തിന് നോബൽ പ്രൈസിലേക്ക് കിട്ടിയിട്ടുണ്ട്. തിയറിയാണ് ബീസ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മള് സംസാരത്തിലൂടെ നമ്മളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തേനീച്ചകളൊക്കെ ഡാൻസ് ചെയ്തിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എല്ലാ ജോലിക്കും തേനീച്ചകൾ ഡാൻസ് കളിക്കും. ഒരു ബീ ഒരു ഡാൻസ് ചെയ്യുകയാണെങ്കിൽ ബാക്കി ബീസുകൾക്ക് അത് മനസ്സിലാവുന്ന അത് ഇന്ന ജോലിക്കാം, നല്ല തേനാണോ ചീത്ത തേനാണോ, ഇത്ര ദൂരം പോയ നല്ല. ഇനി നമ്മൾ തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പ്രൊഡക്ട്സിലാണ് പരിചയപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യം കിട്ടുന്ന എന്താണ്? തേൻ കിട്ടുന്ന അറിയാം. തേനിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ പറയുന്നത് ഫ്രണ്ടിന്. രണ്ടാമത്തെ ബെസ്റ്റ് സപ്ലിമെന്റ് ആണ് ഇതൊക്കെ. അതായത് റോയൽ ജെല്ലി എന്താണെന്ന് വെച്ചാൽ പെൺ തേനീച്ചകള് അവർ ജനിച്ചത് മുതൽ അവരുടെ ത്രോട്ടിലെ ഹെഡിലൊക്കെ ബീസ് മിൽക്ക് എന്ന പ്രൊഡക്റ്റ് മെൽറ്റായി വരും. തലച്ചോറിൽ നിന്നും ഊർന്നിറങ്ങുന്ന ജെല്ലി, അതാണ് റോയൽ ജെല്ലി. അതൊക്കെ അവർ റാണി സെല്ലിലാണ് അവർ സ്റ്റോർ ചെയ്യുക. റാണി ബി ഈ ഒരു ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോ ഇതിന് ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് ബീ ബ്രീഡ് കഴിച്ച സാധാ ബീസിലെ ലൈഫ് ടൈം പറഞ്ഞാൽ 1.5 മാസം മുതൽ 6 മാസം വരെ, സാധാ ബീസ് 5 വർഷം വരെ ജീവിക്കുന്ന റോയൽ ജെല്ലി കഴിച്ച റാണി. അതുപോലെ മറ്റു ബീസിൽ അപേക്ഷിച്ച് റാണിക്ക് ഡബിൾ സൈസ് ആണ്, നല്ല സൗന്ദര്യമാണെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടല്ലേ നമ്മൾ റാണിന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ തേൻ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുകക്കാണെങ്കിൽ പുക ശ്വസിച്ച ബീസുകൾ മയങ്ങിപ്പോ, എല്ലാത്ത ബീസുകൾ പേടിച്ച് പാറിപ്പോ. പാറാത്തെ മയങ്ങത്തെ കാളുണ്ടല്ലോ അവള് റാണിയാ. പുകന്നല്ല, തീയിട്ടാലും നമ്മളെ നേരെ പാൻഡ്യ സ്ട്രെങ്ത് കൂടുതലാണ് റാണി. അല്ല ഞങ്ങൾക്കൊക്കെ 35.
വ്യത്യസ്ത ടേസ്റ്റുകളാണ്, വ്യത്യസ്ത ബെനിഫിറ്റ് ആണ്. എന്താ ശ്രദ്ധിച്ചു? സിദർ ഇളന്തപ്പഴം കേട്ടിട്ടുണ്ടോ? സിദറത്തുൽ മുൻതഹ നമ്മൾ കേട്ടിട്ടില്ലേ? ജുജൂബി ഇളന്തപ്പഴം പൂക്കുന്ന സീസണിൽ നമ്മൾ കാശ്മീരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തേനാണ്. ഇതിൽ സുക്രോസ് നമ്മുടെ ശരീരത്തിൽ ഷുഗറിന്റെ കണ്ടന്റ് ഏറ്റവും കുറവാണ്. നമുക്ക് ഹൈ ഡയബറ്റിക് അല്ലാത്ത എല്ലാ ഡയബറ്റീസും നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റും. വെളുത്തുള്ളി 1.5 മാസത്തിനകത്ത് വെളുത്തുള്ളി ഇട്ടേക്കും. പിന്നെ നമ്മൾ പ്രോസസ് ചെയ്ത് കളക്ട് ചെയ്യും. ഇത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് ബാഡ് കൊളസ്ട്രോൾ കുറക്കാം, ഹാർട്ട് പേഷ്യൻ അല്ല, ഗ്യാസിന് വെളുത്തുള്ളി ടേസ്റ്റ് ഉണ്ട്. ഹരിയാന, പഞ്ചാബ് അങ്ങനത്തെ ഭാഗത്ത് കളക്ട് ചെയ്യുന്ന ഇത് നമുക്ക് വെരിക്കോസ്, ആർത്രൈറ്റിസ്, നോക്കുന്ന പാടങ്ങളിൽ നിന്ന് രാജസ്ഥാൻ കളക്ട് ചെയ്യുന്നതാണ്. ഗ്യാസ് ട്രബിൾ ഇഷ്യൂസ്, ഡൈജഷൻ, വയറ് സംബന്ധമായ എല്ലാ ഇഷ്യൂസിനാണ് അയമോദത്തിലേക്ക് ലിച്ചിക്ക് നമ്മുടെ സെൽസുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഡെഡ് സെൽസ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല തേനാണ് ലിച്ചി. നല്ല മധുരമായിരിക്കും, ഡെഡ് സെൽസ് റീപ്രൊഡ്യൂസ് ചെയ്യും. റോയൽ ജെല്ലി ഹണിയിൽ മിക്സ് ചെയ്താൽ ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 20 ഗ്രാം റോയൽ ജെല്ലി എടുക്കും. 300 ഗ്രാം നമ്മൾ ആദ്യം കഴിച്ച പ്രീമിയം സിദ്ര ഹണി ഇല്ലേ, കാശ്മീർ ഹണി, ആ ഹണിയിൽ മിക്സ് ചെയ്യും. ടോട്ടൽ 320 ഗ്രാമാണ് ഒരു മാസത്തേക്ക്. ഡെയിലി 10 ഗ്രാംസേ കഴിക്കാൻ പാടുള്ളൂ. എല്ലാവരും കഴിക്കാൻ പറ്റില്ല. ആസ്മ പ്രോഡക്റ്റ് കഴിക്കാൻ പാടില്ല. ബാക്കി ആർക്കും മക്കൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് കൊടുക്കും ചെയ്യാൻ, എന്തായാലും കൊടുക്കണം. വളർച്ച കൂടുതൽ നോർമൽ അലർജിക്ക് പ്രശ്നം. ഒരു മാസത്തേക്ക് നമുക്ക് വരുന്ന കോസ്റ്റ് ആണ് 4 റോയൽ ജെല്ലി ഹണി വിത്ത് സ്പൂൺ അടക്കം 4000 കോസ്റ്റ്. ബെസ്റ്റ് സപ്ലിമെന്റ് ആണ് റോയൽ ജെല്ലി. ബാബു വാങ്ങി വൈറ്റ് ഹണി എന്നറിയപ്പെടുന്ന തേനാണ്. ഇതേ മസ്റ്റേർഡ് ഹരിയാന, പഞ്ചാബ് നമ്മൾ ലിക്വിഡ് ഫോമിൽ കളക്ട് ചെയ്യുന്നത്. ഇന്ന് ഈ മസ്റ്റേർഡ് 3 വർഷം മുമ്പ് കളക്ട് ചെയ്തതാണ്. ഇത് തണുപ്പിനനുസരിച്ച് ക്രിസ്റ്റാവും ചൂടിനനുസരിച്ച് അതിലിടാം കേട്ടോ. അത്